അതുവരെ അവർ വലിച്ചു കയറിയൊക്കെ പോലീസ് കൊണ്ട് വെച്ച ഓടാ. അവർ വന്ന് ഇവിടെ കാണിച്ചു വിട്ടിട്ട് ഒന്നും പറയണ്ട മക്കളെ. നമ്മളാരും വേണ്ടാത്ത പണിയില്ല നിങ്ങളുടെ. അങ്ങനെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇത് നമ്മൾ കുറേ കണ്ടൽ കാടുകളുടെ ഇടയിലാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഒതളങ്ങാത്തുരുത്ത്. പക്ഷേ ആക്ച്വലി ഇത് ഒതളങ്ങാത്തുരുത്തല്ല, ഒരു വെബ് സീരീസിലൂടെ ഫേമസ് ആയ ഒരു സ്ഥലമാണ് ഒതളങ്ങാത്തുരുത്ത് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഉണ്ട്. ആ വെബ് സീരീസിലൂടെ ഫേമസ് ആയ ഒരു അടിപൊളി സ്ഥലമാണ്. ആക്ച്വലി ഇത് വന്നിട്ട് 1000 തെങ്ങിനുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റായിട്ട് ഉള്ളതിൽ എന്തോ ഒരു ചിറ ഉണ്ടല്ലോ, തീയഞ്ചിറ, അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മളെല്ലാവരോടും ഈ ഒതളങ്ങാത്തുരുത്ത് കാണാൻ വന്ന ഒതളങ്ങാത്തുരുത്ത് കാണാൻ വന്നതാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഇവിടുത്തെ ഒരു വീഡിയോ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. നമ്മൾ ലാസ്റ്റ് ഒരു വട്ടം വന്നപ്പോൾ നല്ല വെള്ളമായിരുന്നു. അങ്ങനെ അതെ, മഴയും ഒടുക്കത്തെ മഴയും വലിയ കാര്യത്തിൽ ഫോട്ടോഷൂട്ടിനൊക്കെ വന്നത്. പക്ഷേ ഭയങ്കര മഴയായിട്ട് നമ്മൾ തിരിച്ചു പോയി. പക്ഷേ ഇപ്രാവശ്യം നമ്മളിത് ഫുള്ള് കണ്ട് നിങ്ങളെ ഈ ഒരു ഭംഗി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം നമുക്കിനി നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. വന്ന് നമ്മൾ ഇതാ ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്ത് ഫുള്ള് റൈറ്റ്. അപ്പോൾ ഇവിടെ ഫുള്ള് കണ്ടൽ മരങ്ങളാണ് കേട്ടോ. നമ്മൾ വന്ന വഴി അതാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ നേരെ ഇങ്ങോട്ട് വരുന്ന വഴിയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഫുള്ള് ഇതാണ്ട് കണ്ടൽ മരങ്ങളാണ്. ഇതൊക്കെ ഇവിടെ ഒന്നും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം ചതുപ്പായതുകൊണ്ടേ താഴെ പോകാൻ സാധ്യത. അപ്പം നമ്മൾ ഇതാണ് ഇതിലേക്കുള്ള വഴി. അപ്പോൾ അതിലേക്കൂടെ മാത്രമേ പോകത്തുള്ളൂ. നമ്മൾ ഇതാണ്ട് ഇവിടെയൊക്കെ വരുമ്പോൾ നല്ല രീതിയിലുള്ള കണ്ടൽ മരങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പം അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ രാവിലെ നമ്മൾ വന്നിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വന്നാൽ നല്ല വേലിയേറ്റമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വെള്ളം. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് ഇത്ര വെള്ളമുണ്ട്, കാരണം രാവിലെ വേലിയേറ്റ സമയമാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു നല്ല രസമുണ്ട്. പക്ഷേ എന്താ നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ആ പാത്രം കിടക്കരുത്, ഈ പാത്രം ചേർന്ന് കിടക്കാവുള്ളൂ. ഇത് മറ്റേ കാലിൽ നിന്ന് കയറുന്ന വെള്ളം കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അവിടെ ഒരാളെ പേടിച്ചൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ പേടിച്ചൊക്കെ നടക്കുന്നത്. എന്നെ പേടിച്ച് നിൽക്കണ്ട. ആ ഭാഗത്തോട്ട് പോകാതിരുന്നാൽ മതി. ആ ഭാഗത്തോട്ട് പോരുത്, ഈ ഭാഗത്തോട്ട് നടക്കണം. ഇപ്പോൾ ഇതാണ് വഴി. നിങ്ങൾ വിചാരിക്കുന്ന നമുക്കൊരു കാടൊന്നുമല്ല, ഇതിനിടയിലും വീടുകളുണ്ട്. അത് ഞങ്ങൾ കാണിച്ചു തരാം അങ്ങോട്ട് പോകുന്ന വഴിക്ക്. അപ്പോൾ ഈ വരുന്ന ഭാഗത്തുള്ള ഒരു ഭംഗിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്ട് ഇതുണ്ടോ, കണ്ടൽ മരങ്ങളുടെയൊക്കെ വേരുകളുണ്ടോ. അല്ല, ഇഷ്ടം ഈ വരുന്ന വഴിയിൽ ഇപ്പുറത്തും ഉണ്ടല്ലോ കണ്ടൽ കടകൾ. ഇതൊരു ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ എത്രമാത്രം ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ശരിക്കും ഇവിടെ വരുമ്പോൾ നല്ലൊരു ഫീലാണ് കേട്ടോ. ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിൽ അന്നൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ടൈമിൽ വന്നപ്പോൾ നല്ല വെള്ളമായിട്ട് പറ്റില്ല. എന്തായാലും ഇപ്രാവശ്യം എന്തായാലും നിങ്ങളെ ഫുള്ള് കാണിക്കും. അപ്പം ഇതാണ് രാവിലെ ഞാൻ പറഞ്ഞില്ല, വേലിയേറ്റതിന് നല്ല വെള്ളമുണ്ട്. എങ്കിലും കുഴപ്പമില്ല, സേഫാണ് കേട്ടോ. അവിടെ ഒന്നും വലിയ ആഴമൊന്നുമില്ല. കുറച്ചാണെങ്കിലും നമ്മളങ്ങോട്ട് നടക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ മുമ്പ് വന്നപ്പം ഈ മരങ്ങളൊന്നും ഇത്ര ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ റൂട്ടാണ് ഇതാണ്ടോ. ഒരു 10 മണി സമയം തൊട്ട് നല്ല വേലിയേറ്റ സമയമാണ്. അപ്പം നല്ല വെള്ളമായിരിക്കും. അപ്പോൾ വെള്ളത്തിലൂടെ വരാൻ താല്പര്യമുള്ളവരെയും വന്നു. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് വേലി ഇറക്കാൻ സമയമായിരിക്കും. അപ്പോൾ പിന്നെ ഈ വെള്ളമൊന്നും കാണത്തില്ല കേട്ടോ. ഇപ്പോൾ ഈ രാവിലെ ആയതുകൊണ്ടാണ് ഈ വേലിയേറ്റ സമയം. ചില ദിവസങ്ങളിൽ കാലാവസ്ഥ അനുസരിച്ചിട്ടുള്ള ദിവസങ്ങളാണെങ്കിൽ വൈകുന്നേരവും വെള്ളം കാണാറുണ്ട്, ചില ദിവസങ്ങളിൽ കാണാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല വെള്ളമുള്ള സമയമാണോ വെള്ളമില്ലാത്ത സമയമാണെന്നുള്ളത്. പക്ഷെ രണ്ടായാലും ഈ ഒരു ഡേഞ്ചറായ സെറ്റായിട്ടുള്ള വെള്ളമൊന്നും ഇല്ല. അതായത് നോക്കുക, നമ്മുടെ ഈ ഒരു മുട്ടിൻ്റെ താഴെ വരെ മാത്രമുള്ള വെള്ളമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് നടന്നു പോകാം. നിങ്ങൾ നടക്കുമ്പം അപ്പുറത്തെ ഭാഗത്തോട് ചേർന്ന് നടക്കാതിരിക്കും, ഇപ്പുറത്തെ ഭാഗത്തോട് ചേർന്ന് നടക്കുക. ഇത് ആ കൂടുതലുള്ള ഏരിയ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമുള്ള ഒരു ഭാഗമാണ്. ഇവിടെ വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അവിടെ നല്ല ആഴമുണ്ടോ ഉണ്ടോ. ഇവിടെ അത്യാവശ്യം കുറച്ചും കൂടെ ഇറക്കമൊക്കെ വരുന്നുണ്ട് കണ്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, നന്നായിട്ട് നനയും. ഇപ്പം തന്നെ നമ്മുടെ ഇവിടെ വരെ എത്തിയപ്പോഴത്തേക്ക് നല്ല വെള്ളമായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നന്നായിട്ട് ഇറങ്ങുന്നത് അവൻ്റെ തന്നെ വെക്ക്. ഒന്ന് കുറച്ചുകൂടെ ഇറങ്ങിയേ, പിടിച്ചോ. കുറച്ചുകൂടെ ആഴം വരുന്നില്ലേ? നല്ല രസമുണ്ട്. പക്ഷെ നല്ല ഫ്രഷ് വെള്ളം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. നല്ല രസമല്ലേ, ഭംഗിയല്ലേ. അപ്പോൾ നമുക്ക് നടക്കാൻ കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല വെള്ളത്തിൽ കളിച്ച് അടിപൊളിയായിട്ട് ഇറന്നുകൊണ്ടിരിക്കേണ്ടു. ഇപ്പോൾ താഴെ ഈ വെള്ളം കൂടെ ഉണ്ടായതിൻ്റെ മുകളിലത്തെ ഈ ചൂടിൻ്റെ ഒരു പവർ അങ്ങോട്ട് അറിയുന്നില്ല. അപ്പം നീ ആദ്യമായിട്ടല്ലേ വരുന്നേ? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നമ്മൾ മുമ്പ് ഒരു വട്ടം പേടിയുണ്ട്. എന്താ പേടി? ആരും പേടിക്കണ്ട, അങ്ങോട്ട് പോകുമ്പോൾ വീടുകളുണ്ട്, കാണിച്ചു തരാം. അത് നിങ്ങൾക്കറിയാം, ഇവിടെ ജനവാസമുള്ള സ്ഥലമാണ്. ഇപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണിച്ചു തരാമ്പോൾ ഇത് കണ്ടോ, ഇവളുമാർ മീൻ കണ്ട രീതിയിലുള്ള
നിങ്ങൾ സീതൂട്ടി ലച്ചൂട്ടിയുടെ ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ സീതൂട്ടി ലച്ചൂട്ടിയിലെ ചാനലുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം. 2 യൂട്യൂബർമാരാണ് വീഡിയോ എടുക്കാൻ വന്നിട്ട് ഫുൾ അലമ്പായി നടക്കും കേട്ടോ. അപ്പോൾ ഇവരുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നോക്കൂ, കണ്ടൽ ചെടികളുടെ ഇടയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് നമ്മുടെ ഈ കണ്ടൽ ചെടികളെ അറിയപ്പെടുന്നത്. കാരണം നമ്മുടെ മഴക്കാടുകളൊക്കെ 5 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തുള്ള ഒരു ശേഷി നമ്മുടെ ഈ ചെടികൾക്കുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇതിനെ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. അപ്പം എന്തായാലും ആ ഒരു ശ്വാസകോശത്തിന്റെ നടുക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുറച്ച് ഓക്സിജൻ കിട്ടട്ടില്ലയോ. അപ്പം എന്തായാലും ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ, വൈബാണ്. ഇതൊക്കെ നോക്ക്, വേരുകളാണ് ഇതിന്റെ വേര്. ഇതാ നോക്ക്, ഇത് തന്നെ പുതിയ റൂട്ട് വരുന്നതിൻ്റെയാണ്. ഇതെല്ലാം താഴോട്ടാണ് പോകുന്നത് കേട്ടോ. സാധാരണ നമുക്ക് ഈ വേരുകളൊന്നും ചെടിക്കകത്ത് കാണാൻ പറ്റത്തില്ല മണ്ണിനടിയിൽ. ഇത് നേരെ തിരിച്ചാന്ന് തോന്നുന്നുണ്ടോ, മുകളിൽ എത്ര ഇലയില്. നല്ല രസമുണ്ട് ഇവിടെ കാണാം. അപ്പൊ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകളൂടെ കാണിച്ചു തരാം, വരും. മാത്രമല്ല 700-ലധികം കണ്ടൽ മരങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഈ സ്ഥലത്ത് ഇപ്പം ഏകദേശം 70-ലധികം മാത്രം കണ്ടൽ മരങ്ങളെ ഉള്ളെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഒതളങ്ങാത്തുരുത്തിൻ്റെ ഭംഗി ഇനി അങ്ങോട്ട് കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ വരുന്ന ഭാഗത്തും അടിപൊളിയാണ്. ഞാൻ ആദ്യം വന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഒരു സ്ഥലം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത്യാവശ്യം ഭയങ്കര ഒരു ഹരിതവർണ്ണ പച്ചപ്പ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു വൈബായിരുന്നു കേട്ടോ. എന്നത് ഫിഷറീസിൻ്റെ മീൻ വളർത്ത കേന്ദ്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊന്നും എൻട്രി ഒന്നും ഇല്ല. നമ്മളതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് മാത്രമാണ് പോകുന്നത്. അപ്പോൾ ഇതിലേക്കൂടെ ബോട്ട് സർവീസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. ജസ്റ്റ് നമുക്കിതിലേക്കൂടെ നടന്നു വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. അപ്പോൾ ഇത് കറക്റ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1000 തെങ്ങ് വന്നിട്ട് നമ്മൾ ഈ തുരുത്തിലോട്ടുള്ള വഴി ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇവിടെ ഈ ഒരു സ്ഥലത്താണ് ഇത്രയധികം കണ്ടൽ മരങ്ങളുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ നല്ല ഒരു ഭംഗിയിലൊക്കെ നിങ്ങൾക്ക് ആസ്വദിച്ചിട്ടൊക്കെ പോകാൻ പറ്റും. കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളൊക്കെ ഉണ്ട്. കാരണം ഇതൊക്കെ ഞണ്ടുകളാണ്. അതായത് നമ്മളെ കാണുമ്പോഴത്തേക്ക് അനക്കം കേൾക്കുമ്പോഴത്തേക്ക് ഓട്ടമാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ. ഇവിടെ വരുമ്പോൾ ഇതുപോലത്തുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കായലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഒതളങ്ങാത്തുരുത്ത് എന്ന് പറയുന്ന വെബ് സീരീസിനകത്ത് മെയിനായിട്ട് കാണിക്കുന്ന ഒരു പാലങ്ങളിൽ ഒന്നാണ് ദാണ്ട് ഈ ഒരു പാലം. അപ്പോൾ ഒരുപാട് സീൻസൊക്കെ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒതളങ്ങാത്തുരുത്ത് എന്ന് പറയുന്ന വെബ് സീരീസ് നിങ്ങൾക്ക് കരിക്കോല അടിപൊളി ഒരു കോമഡി ആയിട്ടുള്ള ഒരു വെബ് സീരീസാണ്. അതിലൂടെയാണ് നത്തെന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സിനിമയിലേക്ക് വന്നത്. രോമാഞ്ചം എന്ന് പറയുന്ന ഒരു സിനിമ അഭിനയിച്ചത്. അത് രോമാഞ്ചം മാത്രമല്ല, ഒരു 2 ആൻബിൻ്റെ കൂടോ ഏതോ ഒരു സിനിമയിലും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ അധികം 2-3 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ രോമാഞ്ചമാണ്. പക്ഷേ പുള്ളി അടിപൊളിയായിട്ട് പുള്ളി ഒന്ന് ഫേമസ് ആയി ഒന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് രോമാഞ്ചത്തിലാണ്. അപ്പോൾ അതിൽ അടിപൊളി ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്ന് ഒതളങ്ങാത്തുരുത്ത് എന്ന് പറയുന്ന ആ ഒരു വെബ് സീരീസിലൂടെ ഒരു നടനും വന്നു. അങ്ങനെ ഈ ഒരു സ്ഥലവും ഫേമസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കൂടെ കറങ്ങി അപ്പുറത്ത് പോകണം. ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും കാണാം. ഇവിടെ കായലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേരെന്തുവാ അമ്മേ? നമ്മൾ ഒതളങ്ങാത്തുരുത്തന്നേ കേട്ടിട്ടുള്ളൂ. TN ചിറ ഇല്ലയോ? അവിടെ ഇഷ്ടംപോലെ വീടൊക്കെ ഉണ്ട് ഇല്ലയോ? നമ്മുടെ പേരെന്തുവാ? ലീല. അങ്ങനെ ലീലയമ്മയെ കണ്ട് ഞങ്ങളിനി സ്ഥലം കാണാൻ വന്നതാ. ഞാൻ അങ്ങോട്ടൊന്ന് കണ്ടിട്ട് വരട്ടെ. അല്ല, ഈ വെള്ളമില്ലാത്ത സമയത്ത് വെള്ളം ഉണ്ടല്ലോ അതിലേക്കൂടെ നടന്നു പോകുമ്പോൾ കുഞ്ഞത് ഇത്രയുള്ള പിള്ളേർ, ഇതിന്റെ ചെറിയ പിള്ളേരായിട്ടാണ് പോകുന്നത്. കൊച്ചു പിള്ളേരത്തെ 7 മണിക്കൊക്കെ വണ്ടി വരാൻ പറയും. അതിന് മുമ്പ് പിള്ളേരെ ഉളർത്തി പിള്ളേരോട്ട് ഓടി, പിള്ളേരെ കഴിച്ചു പിടിച്ച് വലിച്ചോട്ടൊക്കെ ഓടുന്നത്. ചെള്ളമ്മ ചേവൻ വണ്ടി കിട്ടത്തില്ല, പിന്നെ കള്ളമാരി ഉണ്ടാക്കും. അങ്ങനെ നമുക്ക് സ്കൂളിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് വഴി തരുന്നില്ല ആരും ഇതിന്. അതാണ് ഇവിടെ ഒരു 28-38 വീടുണ്ട് ഈ ഒരു ഭാഗത്തില്ലയോ? അപ്പുറത്തെ ഭാഗത്തില്ലല്ലയോ? എല്ലാരും അങ്ങോട്ട് മാറി. ഇവിടെ റോഡ് വരികയാണ്. എല്ലാ പാറുകാരെല്ലാം പാവത്തിങ്ങനെ ആയിരം കിടന്നുകൊണ്ട് ജീവിക്കുന്നത്. ഇവിടെ റോഡ് വരികയാണ്. റോഡ് വരെ വഴിയുണ്ടോ? വഴിയുണ്ട്. കൊല്ലം ജില്ലക്കാര് ഇതിലാണ് വഴി നിർത്തിക്കുന്നത്. അതാണ് ഇതിൽ അവിടെ ജില്ല തർക്കം. അത്യാവശ്യം നല്ലൊരു ഈ പാലമൊക്കെ നല്ല ദ്രവിച്ച് ഏകദേശം ബോറായ പാലമാണ്. ഇതൊക്കെ ഞങ്ങളിവിടെ താമസത്തിലിരുന്നതിന് മുമ്പ് പണ്ടങ്ങാണ്ട് കെട്ടിയത്. ഞാൻ വന്നിട്ട് 30 വർഷം കഴിഞ്ഞു. ഇവിടെ എല്ലാം ഇടച്ചറയായിരുന്നു. അവിടെ
ഞങ്ങളിവിടെ വസ്തു മേടിച്ച് വീട് വെച്ച് 30 വർഷമാകും ഇവിടെ താമസത്തിന് വന്നിട്ട്. ഭയങ്കര ബുദ്ധിമുട്ട്. വെള്ളമൊക്കെ നല്ല വെള്ളമാണ്. പിന്നെ നമുക്കെന്ന് വെച്ചാൽ ഇവിടെ താമസിക്കുന്നവർക്ക് വെച്ചാൽ എല്ലാം കൊണ്ടും ജീവിക്കാൻ നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ കായൽ പണിയുണ്ട്, ഈ മീൻ്റെ എല്ലാം അനുസരിച്ചുള്ള കായൽ പോവാം. പക്ഷെ പോക്കും വരവാണ് ബുദ്ധിമുട്ട്. രാത്രിയിലാകുമ്പോൾ ഒന്നും വരാൻ പറ്റത്തില്ലേ കൂടെ അല്ലേ? ഒരു 6 മണി കഴിഞ്ഞാൽ നല്ല ഇരുട്ടാ. ഇതിന് മുമ്പ് പണ്ട് ഞങ്ങൾക്ക് വരായിരുന്നു, ഒരു 50 വർഷത്തിന് മുമ്പ് വരായിരുന്നു. ഇപ്പൊ ഈ ഒതളങ്ങാത്തൊരുത്തെന്നും പറഞ്ഞ പേര് വന്നു. അങ്ങനെ ജനങ്ങളുടെ കൊച്ചു പെൺപിള്ളാരും ആൺപിള്ളാരും എല്ലാം അങ്ങനെ ഈ ബോർഡുണ്ട്. അതുവരെ അവർ വലിച്ചു കയറിയൊക്കെ പോലീസ് കൊണ്ട് വെച്ച ഓടാ. അവർ വന്ന് ഇവിടെ കാണിച്ചു കൂട്ടുന്നൊന്നും പറയണ്ട മക്കളെ. നമ്മളാരേലും എന്തെങ്കിലും പറയാമെങ്കിൽ നമ്മളെ നിലമണ്ട അടിച്ചു അറിയത്തില്ലല്ലോ എവിടെയെങ്കിലും കയറി ഇരുന്നാലേ. അങ്ങനെയല്ല, അവിടെ എല്ലാം കാടായിരുന്നു. ഇവിടെ കിളിച്ച് നിൽക്കുന്നുണ്ടാ. ഞങ്ങള് മുമ്പ് വന്നപ്പോ അവിടെ ഒക്കെ കണ്ടൽമരമാണ്, അതെല്ലാം വെട്ടിക്കളഞ്ഞ. ജോലിക്ക് പോവാണോ? ജോലിക്ക് പോയിട്ടത് ഞങ്ങളുടെ വീട് അപ്പുറത്താ. എല്ലാ സൗകര്യവും ഉണ്ട്, യാത്രാ സൗകര്യം മാത്രമേ ഉള്ളൂ ഇല്ലാത്ത. ബാക്കി എല്ലാ കാര്യവും നമുക്കുണ്ട്. എല്ലാരും ഒരു ലെവലിലുള്ള ആളുകളെ കയ്യിൽ പണിക്കാര്. നമ്മള് വന്നപ്പം ആ ഒരു അമ്മയെ കണ്ടില്ലേ, അപ്പൊ അമ്മ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. ആ ഉറങ്ങിയത്രത്ത് പറഞ്ഞ വെബ് സീരീസിലൂടെ ഈ ഒരു സ്ഥലം ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഈ വരുന്ന ആൾക്കാർ കുറച്ച് ഇവിടുത്തെ ഈ സ്ഥലം കുറച്ച് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആ അമ്മ പറഞ്ഞത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിതിനകത്ത് സ്കിപ്പ് ചെയ്ത് പറയാനുണ്ട്. ഞാൻ എന്നിട്ട് പറയാം. പറഞ്ഞത് ഈ സ്കൂൾ കഴിഞ്ഞിട്ടൊക്കെ വരുന്ന കുറേ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പം സ്കൂളിലെ സമയത്തൊക്കെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് വന്നിട്ട് ഇവിടെ കിടന്നിട്ട് കാണിക്കാൻ പാടാത്ത കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇവിടെയുള്ള ആൾക്കാരൊക്കെ അത് ചോദ്യം ചെയ്യുമ്പം അവരെ കയറി തിരിച്ച് ചോദ്യം ചെയ്യുന്ന പരിപാടിയാണ് നടക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ, അതാണ് ഇതാണെന്നോ മറ്റേതാണോ മറിച്ചെന്നൊക്കെ. കാരണം ഇപ്പോഴത്തെ പിള്ളേരുടെ രീതി അറിയാമല്ലോ, ഒന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ പിന്നെ ഒന്ന് പറഞ്ഞാൽ 100 എണ്ണം തിരിച്ച് പറയും. അങ്ങനെ അവസ്ഥയാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോഴിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് തരുമായിരുന്നു. അപ്പോൾ അമ്മ പറയും ഒരു 2 മണി കഴിഞ്ഞ് വന്നാൽ ഇവിടെ ഫുള്ള് ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ കാണാനാണ് പറഞ്ഞല്ലേ. ശരി, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകണം. കാരണം വേലിയേറ്റവും വെള്ളം കൂടുന്ന സമയത്താണ് കുറച്ച് പിള്ളേരെ കൊണ്ട് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ അവിടെ പോയിട്ട് നമ്മൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, ഇവിടെ ഒരു സംഭവം കാണിച്ചു തരാം എന്നുള്ളത്. വലിയ സംഭവമൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ഇവിടെ ഉള്ളവർക്ക്. എന്തായാലും ഞാൻ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അത് അങ്ങോട്ട് പോട്ടെ, വീഡിയോയിലൂടെ തന്നെ കാണിക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മളിപ്പം ഈ ഒരു കൊല്ലം ജില്ലയും ആലപ്പുഴ ജില്ലയുമാണ്. ഈ 2 സ്ഥലമുണ്ട് ഇവിടെ, 2 ജില്ലകളും ഉണ്ട്. അപ്പം ആ അമ്മ പറഞ്ഞതുപോലെ ഈ ബൗണ്ടറിക്ക് അടുത്ത് ഇങ്ങനെ നിൽക്കുവാണ് നമ്മൾ. അപ്പം നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഒരു പാലം ഇവിടെ ഉണ്ട്. ഈ പാലം കിടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ കുറച്ച് ഇരിക്കാനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്പേസ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ. അന്നേരവും ഞാൻ ആദ്യം ആ ഒരു സമയത്ത് അങ്ങോട്ട് പോയിട്ടുള്ളൂ. അവിടെ പക്ഷെ നല്ല രസമുണ്ട് കാണാനൊക്കെ. അപ്പോൾ ഇനി അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ച കാണിച്ചു തരാം. ഈ 4 എണ്ണം പ്രാന്തെടുത്ത് കിടക്കുവാന്ന് തോന്നുന്നു. എന്തെടുക്കും, എവിടുന്ന് തുടങ്ങും, എങ്ങനെ എടുക്കും വീഡിയോ? നടന്നു പോന്നോ? അതെങ്ങനെയാണ് നടന്നു പോന്നോ? കാര്യം ചെയ്യുണ്ടോ? ചുമ്മാ അങ്ങനെ നമ്മൾ നടന്ന് വന്ന് ദാണ്ട ഇനി എൻഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റിയ ഒരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കാണിച്ചു തരാം. ദാണ്ടേ നമ്മുടെ വലിയഴിക്ക പാലമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ഇവിടെ ഇന്നിങ്ങനെ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സംഭവം ഉള്ളൂ. ഇത് വലിയ കാര്യമൊന്നുമല്ല, എങ്കിലും ചുമ്മാ ഞാനത് സസ്പെൻസ് ഇട്ടതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വലിയഴിക്കൽ പാലമാണ്. പാലവും നമ്മുടെ ലൈറ്റ് ഹൗസും ആണ്. അത് രണ്ടും നമുക്ക് ഇപ്പുറത്ത് നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നല്ലൊരു കാമാൻ കോയിട്ടായിട്ടുള്ള പ്ലേസാണ്. പക്ഷേ അത്ര വൃത്തിയല്ല എന്ന് മാത്രം. കാരണം ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫുള്ള് അലമ്പാക്കി ഇട്ടേക്കാണ്. നേരത്തെ ആ ചേച്ചി പറഞ്ഞാണെങ്കിൽ കുറേ പിള്ളേരൊക്കെ വന്ന് ഫുള്ള് അലമ്പാണ്. അപ്പോൾ കുറച്ചൊക്കെ വൃത്തിയാക്കി അടിപൊളിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു പ്ലേസ് ആയിരിക്കും. കാരണം ഇവിടെ നിങ്ങൾക്കറിയാം, ഈ അഴീക്കലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നതാണ് ഇവിടെ. ഈ ബീച്ചിലാണെങ്കിലും ലൈറ്റ് ഹൗസിലാണെങ്കിലും പാലം കാണാനൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഒരു ടൂറിൻ്റെ ഒരു അടിപൊളി നല്ലൊരു പ്ലേസാണ്, കാണാൻ പറ്റിയൊരു പ്ലേസാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു വൃത്തിമനയൊക്കെ ആക്കിയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു പ്ലേസ് ആയേനെ. ഒരു ടൂറിസ്റ്റ് ഒക്കെ അട്രാക്ട് ചെയ്യുന്നല്ലേ. അപ്പോൾ നമ്മൾ സാമ്പ്രാണിക്കൊടിയൊക്കെ കണ്ടില്ലേ, അതുപോലെ.
എങ്ങനെയുണ്ടായിരുന്നു സ്ഥലം? അടിപൊളി സ്ഥലം. അടിപൊളി സ്ഥലം അല്ലേ? നന്നായിട്ട് എൻജോയ് ചെയ്ത് നല്ല വൈബ് അടിച്ച് വരാൻ പറ്റിയ സ്ഥലം അല്ലേ? ടേക്ക് 2 ആണ്. ആദ്യം ഞങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ഓണാക്കില്ല, അതുകൊണ്ട് കേട്ടോ ഇത് എപ്പോഴും എനിക്ക് വരുന്ന അബദ്ധമാണ്. പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞ് പറയിപ്പിക്കാന്നല്ല, ഇവിടെ വരുന്നവർക്ക് എന്തായാലും നല്ലൊരായിരിക്കും. ആ ഒരു ഭാഗത്തൊക്കെ രാവിലെ വരുമ്പോൾ കുറച്ച് വെയിലുണ്ടെങ്കിലും കുറച്ച് ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ? വലുതായിട്ട് ചൂടെടുക്കുന്നില്ല, തെങ്ങൊക്കെ ഉണ്ടായോണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല. പിന്നെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് ആ ഒരു ചൂടിന്റെ കാഠിന്യം അറിയത്തില്ല. ഭംഗി ആസ്വദിച്ച് വരുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു ചൂടും വരുമെന്ന് ഒരു വലിയ പ്രശ്നമുള്ള കാര്യമായിരിക്കത്തില്ല. അത് വരുമ്പോൾ നല്ലൊരു വൈബാണ് ആ ഒരു കണ്ടൽമരത്തിന്റെ ഒക്കെ ഇടയിൽ കൂടെ വരുന്നത്. അങ്ങനെ എങ്ങനെയുണ്ടോ ഒതളങ്ങാത്തുരുത്ത്? അടിപൊളിയല്ലേ? അപ്പൊ ഈ ഒതളങ്ങാത്തുരുത്തിന്റെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അടിപൊളി മനോഹരമായിട്ട് നമ്മുടെ ഈ ഒരു വലിയരിക്കൽ പാലമൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നേ ഇരിക്കാം. അപ്പൊ വരുന്ന വഴിയിൽ അടിപൊളി കണ്ടൽക്കാടുകളും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ എന്തായാലും അഴീക്കൽ ബീച്ചിൽ വരുന്ന ആൾക്കാർക്ക് എന്തായാലും ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറിയാൽ നിങ്ങൾക്ക് നല്ല രസം എന്തായിരിക്കും. അപ്പൊ വരുന്നവർ എന്തായാലും 4 മണി അല്ലെ 6 മണി കഴിഞ്ഞിട്ട് വരരുത്, അതിന് മുമ്പായിട്ട് വരണം. കാരണം കുറച്ചുകൂടെ ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പോകുന്നത് വരുന്നത് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ വരണം. അപ്പോൾ എന്തായാലും വരുന്നവർക്ക് നല്ല അടിപൊളിയായിരിക്കും. ഈ കണ്ടൽക്കാടിന്റെ ഒരു അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ഒതളങ്ങാത്തുരുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ജസ്റ്റ് ഇത് ലൈക്ക് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഇതുപോലത്തുള്ള പുതിയ വീഡിയോസ് ഒക്കെ വരുമ്പോൾ എനിക്ക് പുത്തൻ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ വരുന്നവരെ ഓക്കെ ബൈ ബൈ, സീ യു.